ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിങ്ങും അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കറണ്ട് എനർജി നോക്കുമ്പോൾ പോസിറ്റീവാണ് കാര്യങ്ങൾ എന്നാണ് കാണാൻ സാധിക്കുന്നത്. ചില വാർണിങ്ങും ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള എനർജിയിലാണ് ചില ആൾക്കാരുടെ പേഴ്സൺ കുറച്ച് ഹെവി എനർജിയിലാണ്. അതാണ് വാർണിംഗ് മെസ്സേജ് എന്ന് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറയാം. ഇവിടെ നിങ്ങൾ മാരീഡ് ലൈഫ് ആണെങ്കിലും അൺമാരീഡ് ലൈഫ് ആണെങ്കിലും ഇവിടെ ആരോ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ സിംഗിൾ ആണെങ്കിലും മിങ്കിൾ ആണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഏതോ ഒരു വ്യക്തി പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾ ഒരാളെ ലവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ മാരേജ് ചെയ്യുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ കാര്യങ്ങൾ ഒരു വ്യക്തി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒന്നാവാതിരിക്കാൻ വേണ്ടി. അതേപോലെ നിങ്ങൾ കല്യാണം കഴിഞ്ഞു, നിങ്ങൾക്ക് സന്തോഷമായിട്ടുള്ളൊരു കുടുംബജീവിതം ഉണ്ടാവുന്നില്ല. ഹസ്ബൻഡ് ഒരു സൈഡ്, നിങ്ങൾ ഒരു സൈഡ്, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഡിസ്റ്റൻസ് ഉണ്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ. അപ്പോൾ അവിടെയും ഒരു വ്യക്തി നിങ്ങൾ തമ്മിൽ ഒന്നാവാതിരിക്കുവാൻ വേണ്ടി ഒത്തിരി പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവർ ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കിടയിൽ. അപ്പോൾ അങ്ങനെ കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള വഴക്ക് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടേയിരിക്കുന്നു. അവരാണ് ഇതിന് കാരണം. അവർ നിങ്ങൾക്കിടയിൽ എങ്ങനെയെങ്കിലും വഴക്കുണ്ടാവണം എന്നുള്ള രീതിയിൽ ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്ന് വഴക്കുണ്ടാക്കുന്നു. പല പ്രാവശ്യം നിങ്ങൾ തമ്മിൽ ബ്ലെയിം ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ വരെയായി. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മേൽ ബ്ലെയിം ചെയ്യുക, നിങ്ങളുടെ പേഴ്സൻ്റെ മേൽ ബ്ലെയിം ചെയ്യുക. അത് കാരണം നിങ്ങളുടെ ബന്ധം തന്നെ ഇല്ലാതാവുന്ന അവസ്ഥ വരെ എത്തി പല പ്രാവശ്യവും. പക്ഷെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹം അത് വളരെ ആഴത്തിലുള്ളതായതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഡിസ്റ്റൻസ് ഉണ്ടാക്കിയാലും വീണ്ടും ഒന്നാവുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അത്രമാത്രം അട്രാക്റ്റീവാണ് നിങ്ങളോട്. അത് കാരണം ഇവർ എത്ര ഡിസ്റ്റൻസ് വച്ചാലും വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ തിരികെ വരുന്നു. നിങ്ങൾ തമ്മിൽ ആഴത്തിലുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് നിങ്ങളുമായിട്ട് ഡിറ്റാച്ച്ഡ് ആവാൻ സാധിക്കാത്തത്. പക്ഷേ ഏതോ ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തി നിങ്ങളുമായിട്ട് എങ്ങനെയെങ്കിലും ഇവർ ഡിറ്റാച്ച്ഡ് ആവണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർ ഇങ്ങനെ ഇവരോട് പറയുകയാണ്, അതായത് നിങ്ങൾ എന്നോട് സത്യം ചെയ്യൂ, ഇനി അവരോട് സംസാരിക്കത്തില്ല എന്ന്. ആ രീതിയിലുള്ള ഒരു ബിഹേവാണ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സണോട് കാണിക്കുന്നത്. പക്ഷേ ഇവരുടെ ദേഷ്യം അവസാനിച്ച് ശാന്തമാകുമ്പോൾ അപ്പോൾ ഇവർക്ക് തോന്നും, ഇല്ല, എനിക്ക് എൻ്റെ പേഴ്സൻ്റെ അടുത്താണ് പോകേണ്ടത്, ഞാൻ എൻ്റെ പേഴ്സൻ്റെ അടുത്ത് പോകുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ആ ദേഷ്യമായിട്ടുള്ള സമയത്ത് മാത്രമാണ് നിങ്ങളോട് ഈ രീതിയിൽ സംസാരിക്കുന്നത്, നിങ്ങളോട് വഴക്കുണ്ടാക്കുന്നതും എല്ലാം. പക്ഷെ ഇവർ ശാന്തമാകുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുന്നു. ഇവിടെ ഇവർക്ക് ഹൃദയം കൊണ്ട് ഒരു സമാധാനം കിട്ടുന്നുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് വരുമ്പോഴാണ്. ഇവിടെ ശിവശക്തിയുടെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ ക്രേവ് ചെയ്യുകയാണ് അവരുടെ സോളിൻ്റെ അടുത്ത് എത്തുവാനായിട്ട്, നിങ്ങളുടെ അടുത്ത് എത്തുവാനായിട്ട്. നിങ്ങളും അതേപോലെ നിങ്ങളുടെ പേഴ്സണെ ക്രേവ് ചെയ്യുകയാണ്, എൻ്റെ പേഴ്സൺ എൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് വരണമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതൊരു നല്ല കാര്യമാണ്. എത്ര തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ഇവർ നിങ്ങളുടെ അടുത്തേക്കാണ് തിരികെ വരുന്നത്. അപ്പോൾ ഇതൊരു നല്ല മെസ്സേജാണ്. ഇനി വാർണിംഗ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇനി വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുകയാണ്, ഞാൻ കുറേ നാളായിട്ട് ചിന്തിച്ച് ഈ ഒരു ബന്ധത്തിനെക്കുറിച്ച്. ഇനി ഞാൻ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറുവാൻ ആഗ്രഹിക്കുകയാണ് എന്ന് നിങ്ങളോട് പറയുകയാണ് എങ്കിൽ, അതായത് ഇവരുടെ മേൽ എന്തൊക്കെയോ ഉത്തരവാദിത്വങ്ങളുണ്ട്. അത് കാരണം നിങ്ങളുടെ ജീവിതം പോലും നശിച്ചു പോവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവർ ഈ ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ ഈ റീഡിങ്ങിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ബാക്കൗട്ട് ചെയ്യുകയാണ്, തേർഡ് പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസൊണേറ്റ് ആയി എന്ന്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാൻ ശ്രമിക്കുകയാണ്. മറ്റേത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് അറ്റാച്ച് ആവാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു വാർണിംഗ് മെസ്സേജ് ഉണ്ട് എന്ന്. ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരുന്നുണ്ട്, വാല്യൂ തരുന്നുണ്ട്, എല്ലാം തരുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, ഇവരുടെ ലൈഫിൽ എന്തോ വലിയൊരു കാരണമുണ്ട്. അത് കാരണമാണ് ഇവർ നിങ്ങളിൽ നിന്ന് ബാക്ക് പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് എനിക്ക് പറ്റത്തില്ല, എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു വലിയ റീസൺ ഉണ്ട്, അത് കാരണം എനിക്ക് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഇവർ നിങ്ങളിൽ നിന്ന് അകലുവാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എനർജി ചില ആൾക്കാർക്ക് വളരെ നെഗറ്റീവായിട്ട് റെസൊണേറ്റ് ആകും, ചില ആൾക്കാർക്ക്
വളരെ പോസിറ്റീവായിട്ടായിരിക്കും റെസൊണേറ്റ് ആകുന്നത്. ഈ ഒരു എനർജി വളരെയധികം റെസൊണേറ്റ് ആകുന്നത് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ചീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കാണിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും കർമ്മ അസോസിയേറ്റഡ് ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട്, അതാണ് നിങ്ങൾക്കിപ്പോൾ തിരികെ ട്രിഗറായിട്ട് കിട്ടാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് എന്തെങ്കിലും ബാഡ് കർമ്മ അസോസിയേറ്റഡ് ആയിട്ടുണ്ട് എങ്കിലാണ് ഈ ഒരു വാർണിംഗ് മെസ്സേജ് നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നത്. അല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ബന്ധത്തിൽ ബാലൻസ് കൊണ്ടുവരുവാൻ വേണ്ടി ഒരു പവർഫുള്ളായിട്ടുള്ള ആക്ഷൻ എടുക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടായിരിക്കും നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നത് എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ. ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ 3 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ 30 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസൊണേറ്റ് ആകുന്നതാണ്. ഫുൾ മൂൺ സമയമാകുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ, നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അവരെ ഒന്ന് പുഷ് ചെയ്ത് അവരെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് പുഷ് ചെയ്ത് പുറത്ത് വിടുന്ന ആ ഒരു എനർജിയിലായിരിക്കും ഇവർ ഉണ്ടാവുക. ഇവിടെ ഇവർ എന്ത് ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലും വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ട് മാത്രമേ ആക്ഷൻ എടുക്കുകയുള്ളൂ. ഹൃദയം കൊണ്ട് ആലോചിച്ച് ചിന്തിച്ചിട്ടാണ് ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നത്. നിങ്ങൾ ഒരു പക്ഷേ കുറേ നാളായിട്ട് ഡിസ്റ്റൻസിലാണ്, അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒത്തിരി ഡിസ്റ്റൻസിലാണ് ഉള്ളത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഭയങ്കരമായിട്ട് അകൽച്ചയുണ്ട് എങ്കിൽ ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ റിസീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജ് റിസീവ് ആകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്തോ ഒരു മെസ്സേജ് നിങ്ങൾക്ക് 30 മണിക്കൂറിനുള്ളിൽ റിസീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ 3 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ 30 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജോ കോളോ വരുന്നതാണ്. ചില ആൾക്കാരുടെ പേഴ്സൺ അവരുടെ പ്രോബ്ലംസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അവർ ഓൾറെഡി വല്ല സ്ട്രെസ്സിലാണ് അത് എങ്കിൽ അവർ നിങ്ങളോട് അവരുടെ വിഷമം പറയുന്നതായിട്ടുള്ള ഒരു എനർജി. ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ഉള്ളത് എങ്കിൽ അവർ നിങ്ങളോട് ദേഷ്യപ്പെടുകയാണ്, ഭയങ്കരമായിട്ട് ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനാണ് എങ്കിൽ നിങ്ങൾ കൂടുതൽ അവരോട് സംസാരിക്കാൻ പോകണ്ട, ഒന്ന് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അല്ല നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു മേജർ ചേഞ്ചിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ പറയുമ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഇഷ്ടാനുസരണം ചില നെഗറ്റീവായിട്ടുള്ള എനർജീസിനെ അവരുടെ ലൈഫിൽ നിന്ന് റിലീസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ട് കാത്തിരിക്കുക ഇവർക്ക് വേണ്ടി. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.